ഞാൻ സുബ്രഹ്മണ്യം മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവേശനോത്സവം വരവായി. സ്കൂളുകളിൽ നടക്കുന്ന പ്രവേശനോത്സവം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കുരുന്നുകൾ അതേപോലെ തന്നെ വേനൽക്കാല അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാഭ്യാസം കാക്ഷിച്ചുകൊണ്ട് വരുന്നതായ യുവതലമുറയെ സ്വീകരിക്കുന്ന ഒരു ഉത്സവമാണ് പ്രവേശനോത്സവം. തീർത്തും വിദ്യാഭ്യാസപരമായ ഒരു ഉത്സവം ആണ്. ഇത് നടത്തുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ആണെങ്കിലും ഇത് ഒരു രാഷ്ട്രീയ ഉത്സവം അല്ല. കൂടാതെ കുരുന്നുങ്ങളുടെ ഹൃദയത്തിൽ സിനിമാ നടന്മാരുടെ രൂപം പ്രതിഷ്ഠിക്കുന്ന ഒരു ഉത്സവവുമല്ല. ആയതിനാൽ ഇതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് വിദ്യാസമ്പന്നർ തന്നെയാണ്. അതിൽ ഒന്നാം സ്ഥാനം അധ്യാപകർക്കാണ്. അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മൂല്യം കൂടിയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കുട്ടികളെ മൂല്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം. അവർ തന്നെയാണ് ഇതിൽ മുൻകൈ എടുക്കേണ്ടതും അവർ തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടതും. അത് കൂടാതെ കവികളും എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരുമാണ് ഈ ഒരു ഉത്സവത്തിന് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അങ്ങനെ വരുന്നതായിട്ടുള്ള ഉത്സവത്തിന് കുട്ടികളുടെ മനസ്സിൽ എളുപ്പം കയറി പറ്റുന്നതായിട്ടുള്ള സിനിമക്കാരെയോ സീരിയൽക്കാരെയോ മിമിക്രിക്കാരെയോ ഒന്നുമല്ല ഇവിടെ മുൻതൂക്കം കൊടുത്ത് ഇരുത്തേണ്ടത്. അത്തരം വ്യക്തികൾ വളരെ ലാഘവത്തോടുകൂടി മൂല്യം കുറഞ്ഞ ഭാഷ്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ കയറിപ്പറ്റുകയും അവരവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നവരാണ്. മൂല്യം നൽകുക എന്ന് പറയുന്നത് അത് അധ്യാപകർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതായ ഒരു കാര്യം ആണ്. ആയതിനാൽ വസന്തോത്സവം എന്ന് പറയുന്ന ഈ പ്രവേശനോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ആരാണ് ഇവരുടെ മുന്നിൽ അവരെ നയിക്കാനായി നിൽക്കേണ്ടത്?
ഇത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങളൊന്നും കൂടാതെ ഇനിയും കുട്ടികളുടെ മനസ്സിൽ സിനിമക്കാരുടെയോ സീരിയൽക്കാരുടെയോ മിമിക്രിക്കാരുടെയോ ചിത്രം വരച്ച് അവരെ പടുകുഴിയിലേക്ക് ഇറക്കി വിടാതിരിക്കത്തക്ക രീതിയിൽ വിദ്യാഭ്യാസത്തെ സിനിമയിൽ നിന്നും വേറിട്ട് കണ്ട് സിനിമ വെറും ആഘോഷം മാത്രമാണ്, എന്നാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരാഘോഷമല്ല, അത് ഒരു ആവശ്യമാണ്. ആവശ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആഘോഷങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യം മാത്രം കൊടുത്തുകൊണ്ട് ഈ വരുന്ന വസന്തോത്സവം എന്ന് പറയുന്ന കുട്ടികളുടെ പ്രവേശനോത്സവം വിദ്യാസമ്പന്നരെ നിറച്ച് മൂല്യാധിഷ്ഠിതമാക്കി നടത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ആയതിനാൽ അതിന് വേണ്ട നടപടികൾ ഇപ്പോഴത്തെ സർക്കാർ ഉൾക്കൊള്ളുമെന്ന വിശ്വാസത്തോടുകൂടി പ്രവേശനോത്സവം അതിഗംഭീരമായി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.